പുസ്തകം ദൈവത്തിന്റെ അവകാശികൾ DC ബുക്സ് ആണ് പുറത്തിറക്കിയത്. അങ്ങനെ ഒരു പുസ്തക രചനയിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം? അല്ല, അത് ശരിക്കും ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ വച്ചിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നത് ജനങ്ങൾ, അല്ലെങ്കിൽ അത് ആണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ ഒരു പ്രതിബിംബം എന്ന് പറയുന്നത് അതാണ് നമ്മൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. ഇപ്പോൾ എപ്പോഴും ഒരു വില്ലൻ കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന, ദുഷ്ടത മാത്രം ചെയ്യുന്ന ഒരു നടൻ ജീവിതത്തിൽ വലിയൊരു വില്ലൻ അല്ലെങ്കിൽ ഒരു ദുഷ്ടനാണെന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അതുപോലെ എപ്പോഴും നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു നടൻ നന്മയുടെ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് കാണും. അതുപോലെ തമാശകൾ മാത്രം ചെയ്യുന്ന ഒരു നടൻ ജീവിതത്തിലും വലിയ തമാശക്കാരനായിരിക്കും എന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് പലപ്പോഴും നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു തമാശ പറയുമെന്നൊക്കെ ചില പ്രേക്ഷകരൊക്കെ പറയാറുണ്ട്. അത് ശരിക്കും ഈ തിരക്കഥാകൃത്തുക്കളും മിടുക്കന്മാരായിട്ടുള്ള അവർ എഴുതി തരുന്നത് കാണാതെ പിടിച്ച് നമ്മൾ പറയുന്നതാണെന്നുള്ളത് പെട്ടെന്ന് അവർ ചിന്തിക്കില്ല. അപ്പം നമ്മുടെ ഒരു യഥാർത്ഥ വ്യക്തിത്വം ഈ അഭിനയിക്കുന്ന കഥാപാത്രമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ഈ അഭിനേതാക്കൾ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു യഥാർത്ഥ പ്രേംകുമാർ, എന്നിലെ എന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വത്വം അടയാളപ്പെടുത്തുക കൂടിയാണ് എൻ്റെ എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ച് വളർന്ന് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും ഒരു ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന ഒരു ആളല്ല. സിനിമയിലൊന്നും അങ്ങനെ നമ്മളൊരു ഇങ്ങനെയുള്ളൊരു പരിവേഷം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ചില അനീതികൾ നമ്മൾ കാണുന്നുണ്ട്, ചില അതിക്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങളോടുള്ള ചില പ്രതികരണങ്ങളുണ്ട്, നമ്മുടെ ചില നിലപാടുകളുണ്ട്, നമ്മുടെ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു നടൻ എന്ന കലാകാരന് ആവിഷ്കരിക്കാൻ പറ്റില്ല. കാര്യം നടൻ അങ്ങനെ ഒരു സ്വതന്ത്ര കലാകാരനല്ല. അവന് കിട്ടുന്ന കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമേ നടനുള്ളൂ. പക്ഷേ യഥാർത്ഥ എന്നെ അത് എനിക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ എന്നെ എൻ്റെ സ്വത്വം അടയാളപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ എഴുത്ത്. ആ സ്വയം പ്രകാശിപ്പിക്കൽ തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും കരുതുന്നത്. അത് എനിക്ക് ചില കാര്യങ്ങൾ ഈ സമൂഹത്തോട് പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചില ഉത്കണ്ഠകൾ, ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഈ കാലത്തെക്കുറിച്ച് എനിക്ക് ചില ആശങ്കകൾ, ചില ഭയങ്ങൾ, അല്ലെങ്കിൽ ചില പ്രതീക്ഷകൾ, ഇതൊക്കെ ഈ എൻ്റെ സമൂഹം, നമ്മൾ കുറച്ച് കാലമല്ലേ ഈ ഭൂമിയിൽ ജീവിതമുണ്ട്. അപ്പോൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തെ ഏറ്റവും ഹൃദയത്തോട് നമ്മൾ ചേർത്ത് നിർത്തി അങ്ങനെ ഒരു ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ മനുഷ്യരെയും നമ്മുടെ ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ കാണുകയും അവരോട് ഒരു വലിയ പ്രതിബദ്ധതയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ ചില നിലപാടുകളൊക്കെ അവരുമായിട്ട് സംവദിക്കുക, അവരുമായിട്ട് അത് ഷെയർ ചെയ്യുക, അതിന് ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് എഴുത്ത് എന്നുള്ളത് ഞാൻ കാണുന്നു. പുതിയ പുസ്തകത്തിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം?